ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് പ്രധാനമായും 4 തരം ടെസ്റ്റുകളാണ് ആവശ്യമായി വരിക. ഒന്ന്, രോഗിയുടെ ദേഹപരിശോധന വഴി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടോ എന്ന് പരിധിവരെ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ലാബ് ടെസ്റ്റുകൾ പ്രധാനമായും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന ടെസ്റ്റ് വഴിയും തിരിച്ചറിയാൻ സാധിക്കും. 4ാമതായി ചെയ്യേണ്ടത് മൂത്രത്തിൻ്റെ ഒഴുക്കറിയുന്നതിനുള്ള യൂറോഫ്ലോമെട്രി എന്ന പരിശോധനയും അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ മൂത്രസഞ്ചിയുടെ വീക്കം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അളവ് എന്നിവ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. രോഗം നിർണയിച്ചതിന് ശേഷം ചികിത്സ സാധാരണയായി മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയാണ് ആദ്യമായി നമ്മൾ നൽകാറുള്ളത്. മരുന്നുകളോട് പ്രതികരിക്കാത്ത രോഗികളും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് വരുന്ന രോഗികൾക്കും നമ്മൾ ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറുണ്ട്. ശസ്ത്രക്രിയകളെല്ലാം തന്നെയും എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയകളാണ്. TURP, ലേസർ പ്രോസ്റ്റേറ്റക്ടമി എന്നിവയാണ് കൂടുതലായും ചെയ്തു വരുന്ന ശസ്ത്രക്രിയകൾ. ആധുനികമായി നമ്മൾ പുതിയ 2 ശസ്ത്രക്രിയാ രീതികൾ കൂടി വന്നിട്ടുണ്ട്. ഒന്നിൻ്റെ പേര് യൂറോ ലിഫ്റ്റ് എന്നാണ്, മറ്റൊന്ന് റിസം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കൂടുതലായും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടെക്നോളജി.